വിളിച്ചതായി പറയപ്പെടുന്നു. തകർക്കാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടെന്ന് അറിയുന്നു. ഒരു ഫക്കീറായിരിക്കാൻ, നഗ്നനായ ഒരു ഫക്കീറായിരിക്കാൻ വളരെ കാലമായി ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറെ കൂടി പ്രയാസമുള്ള ഒരു ഉദ്യമമാണത്. അതിനാൽ ആ പ്രയോഗത്തെ ഒരു ബഹുമതിയായി ഞാൻ കഴിക്കുന്നു. താങ്കൾ അങ്ങനെ ഉദ്ദേശിച്ചിരിക്കുകയില്ലെങ്കിലും ആ നിലയിൽ തന്നെ താങ്കളെ ഞാൻ സമീപിക്കുന്നു. താങ്കളുടെയും എന്റെയും നാട്ടിലെ ജനതകൾക്ക് വേണ്ടിയും തദ്വാര ലോകജനതയ്ക്ക് വേണ്ടിയും എന്നെ വിശ്വസിക്കാനും പ്രയോജനപ്പെടുത്താനും താങ്കളോട് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. താങ്കളുടെ ആത്മാർത്ഥ സുഹൃത്ത് MK ഗാന്ധി. എല്ലാവരും വായിച്ചില്ലേ? ആ വായിച്ചു കഴിഞ്ഞിട്ട് ഗാന്ധിജിന് എന്തൊക്കെ സ്വഭാവ സവിശേഷതകളാണ് അതിന് ഗാന്ധിജിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് ഒന്ന് നോക്കിയേ. അത് വായിച്ചു നോക്കിയിട്ട് ആ കത്തിലെ ഗാന്ധിജിന്റെ ഒരുപാട് സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ മഹത്വം വ്യക്തമാകുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? നഗ്നനായ ഫക്കീർ എന്നാണ് വിശേഷിപ്പിച്ചത്. പിന്നെയോ അത് വായിക്കുന്ന സമയത്ത് ഒരു കത്ത് എങ്ങനെയാണ് ഒരു കത്ത് എഴുതേണ്ടത്, അതിന് ഘടന എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ? പിന്നെന്താ മനസ്സിലാവുക? ആഷിത്തെ കത്ത് വായിച്ചത് എന്താ മനസ്സിലായേ? അതെന്തൊക്കെയാ പറഞ്ഞേ? എന്തൊക്കെയാണ് കത്ത് തുടങ്ങുന്നത്? എങ്ങനെയാണ്? പ്രിയപ്പെട്ട പ്രധാനമന്ത്രി. ഗാന്ധിജി ആർക്കാണ് കത്ത് എഴുതുന്നത്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് അല്ലേ? അപ്പൊ നമ്മുടെ എന്താ പറയാ, ഇന്ത്യക്കാരും അതുപോലെ ബ്രിട്ടീഷുകാരും നല്ലൊരു ഇതിലാണ് ഉണ്ടായിരുന്നത്, സുഹൃത്ബന്ധാണോ? എന്നിട്ട് ഗാന്ധിജി എങ്ങനെ അഭിസംബോധന ചെയ്തത്? സുഹൃത്തായിട്ടാണ് അഭിസംബോധന ചെയ്തത്. അപ്പൊ അതിലേക്ക് നമുക്ക് എന്ത് മനസ്സിലാവും? ഗാന്ധിജിയുടെ എളിമ, വിനയം, അതൊക്കെ നമുക്ക് കത്തിലേക്ക് മനസ്സിലാവും. പിന്നെ കത്ത് എങ്ങനെ അവസാനിപ്പിക്കുന്നത് നോക്കിയേ. താങ്കളുടെ ആത്മാർത്ഥ സുഹൃത്ത് ആര്? MK ഗാന്ധി എന്ന് പറയുന്നുണ്ട് അല്ലെ? ഇതിലെ കൂടെ ഗാന്ധിജിയുടെ ഒരുപാട് സ്വഭാവ സവിശേഷതകൾ പറയുന്നുണ്ട്. 1, 2, 3, 4 അല്ല, അത്ര നിരവധി സ്വഭാവ സവിശേഷ ഗുണങ്ങൾ അടങ്ങിയ ഒരു വ്യക്തിത്വമാണ്. ആരാണ്? ഗാന്ധിജി അല്ലെ? അപ്പൊ ഗാന്ധിജിയുടെ നഗ്നനായ ഫക്കീർ എന്നാണ് വിശേഷിപ്പിച്ചത്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ. ഈ നഗ്നനായ ഫക്കീർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓർമ്മയുണ്ട്? കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് ഗാന്ധിജിയുടെ അച്ഛൻ ആരായിരുന്നു എന്നാ പറഞ്ഞേ? പോർബന്തറിലെ രാജാവിന്റെ മന്ത്രിയായിരുന്നു. അത്രയും ധനികനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. എന്നിട്ടും അത്രയും ധനികനായിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് പിന്നീട് ഈ നഗ്നനായ ഫക്കീറായിട്ട് മാറിയത്? ആ ഒരു കഥ ഞാൻ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കർഷകരെ കണ്ടിട്ട് കർഷകരുടെ